ഇന്ന് വന്നിരിക്കാൻ അടിച്ചത് വീടായിട്ടാണ്. ഇന്നൊരു നമ്മുടെ സ്ഥലമെല്ലാം ഞാൻ കാണിക്കാൻ പോവാണ് നിങ്ങളെ. 1-2 സ്ഥലമുണ്ട് ഞങ്ങൾ എപ്പോഴും പോകുന്നത്. ഞങ്ങൾ സൈക്കിൾ ഓട്ടമൊക്കെ ഞാൻ പറ്റും ഈ സൈക്കിളിലും ആ സൈക്കിളിലും ഒക്കെ പോകുമ്പോൾ എപ്പോഴും സൈക്കിൾ കളിക്കാൻ പോകുന്ന ഒരു സ്പോട്ടാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഫുട്ബോളൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് പിന്നെ എന്തുവാ ബാക്കി സമയം 2 മിനിറ്റൊക്കെ ഉള്ളായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയിരിക്കും. അപ്പോൾ അങ്ങനെ 2-3 സ്ഥലങ്ങൾ ഞങ്ങൾ പോവാറുണ്ട്. ആ സ്ഥലമൊക്കെയാണ് നിങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. കേസ് ഇതെൻ്റെ പുതിയ സൈക്കിളാണ് കേട്ടോ. ഇതിലല്ല, ഞാൻ ആ സൈക്കിളിലാണ് പൊക്കോണ്ടിരുന്നത്, മറ്റേ പഴയത്. അത് നിങ്ങൾ അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇത് പിന്നെ അച്ഛൻ്റെ സൈക്കിളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെൻ്റെ പുതിയ സൈക്കിളാണ്. ഇതിലാണ് നമ്മൾ ആദ്യമായിട്ട് അങ്ങോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ പോവാം. സ്പോട്ടാണ് ബേസ് മനോഹരമായിട്ടുള്ള സ്പോട്ട്. അപ്പോൾ നല്ല കാറ്റുണ്ട് ഇവിടെ. ഇപ്പോൾ കുറവാണ്, എന്നാലും അത്യാവശ്യം കാറ്റുണ്ടായിരുന്നു. ഇവിടെ ഒക്കെയാണ് ഞങ്ങൾ പട്ടമൊക്കെ പറപ്പിക്കാൻ വരുന്നത്. ഇപ്പോൾ വെള്ളം കയറി കിടക്കുമായതുകൊണ്ട് ഇവിടെ എല്ലാം നേരത്തെ അവിടെ വരെ ഉള്ളായിരുന്നു. നമുക്ക് ഈ പാടവരമ്പത്തിലൂടെ നടക്കാൻ നല്ല രസമായിരുന്നു ഗൈസ്. ഇപ്പോൾ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് അവിടെയൊക്കെ നല്ല വെള്ളമൊക്കെ കയറി കിടന്ന് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട്. ക്യാമറ എങ്ങനെ കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല. കിട്ടുന്ന സ്ഥലമാണ്. 2-3 സ്പോട്ടുണ്ട് ഗൈസ്. ഞാൻ അവിടോട്ട് നോക്കി നിങ്ങൾ. ഈ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നതാണ്. പൊളിയല്ലേ ഗൈസ്? അവിടെയൊക്കെ മൂണൊക്കെ കാണാം ഗൈസ്. നല്ല രസമാണ്. പൊളി സ്ഥലമാണ് ഗൈസ്. അപ്പൊ ഗൈസ് ഇനി ഒരു സ്പോട്ട് കൂടെ ഉണ്ട്. ആ സ്പോട്ട് വരെ അപ്പോൾ ഗൈസ് മഴയെല്ലാം പെയ്തുകൊണ്ട് മഴയെല്ലാം നീങ്ങി നടക്കുകയാണ്. അല്ലാതെ നല്ല പ്ലെയിൻ സ്ഥലമായിരുന്നു ഗൈസ്. നല്ല രസമുള്ള സ്ഥലമായിരുന്നു. ഇതൊക്കെ ഇനി മാറ്റുമ്പോൾ ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് ഇടാം. നല്ല കിട്ടുന്ന സ്ഥലമാണ്. ഇച്ചിലൂടെ നേരത്തെ വരേണ്ടതായിരുന്നു. സൺസെറ്റ് കാണാമായിരുന്നു നമുക്ക്. അപ്പോൾ ഇന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇടും നമുക്ക്. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. ലവ് ആൻഡ് ബൈ. ഫ്ലാഷ് ബാക്ക്. അപ്പോൾ ഗൈസ് ഇവിടെ എല്ലാം മരം പെയ്ത് വെച്ച് അപ്പോൾ ഗൈസ് മരമൊക്കെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് ഇവിടെ എല്ലാം വെള്ളമൊക്കെ കയറി കിടക്കുവാണ്. പിന്നെ ഇവിടെ മരമെല്ലാം പെയ്ത് വീണ് അപ്പോൾ ഗൈസ് മരമൊക്കെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് ഇല്ല എടുത്തോ. അപ്പോൾ ഗൈസ് മരമെല്ലാം പെയ്ത് കിടക്കുന്നതുകൊണ്ട് ഇതെല്ലാം വെള്ളം കയറി കിടക്കുവാണ്. അപ്പം മരമെല്ലാം ഇവിടെ അപ്പോൾ ഗൈസ് മഴയെല്ലാം പെയ്ത് കിടക്കുന്നുണ്ട്.